ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്തിൻ്റെ അടുത്തേക്ക് പ്രഭാവതി വരികയാണ്. എന്നിട്ട് പ്രഭാവതി ശരത്തിനോട് ചോദിക്കുകയാണ്, നീ ഇതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഏത് ഗംഗയിൽ പോയി മുങ്ങിയാലും അതിൽ നിന്നൊന്നും നിനക്ക് ഒരിക്കലും ശാപമോക്ഷം കിട്ടില്ല. നീ എത്ര നിരപരാധികളെയാണ് ഇല്ലാതാക്കിയത്, അവരുടെ ആത്മാവാവും നിന്നെ ഇനി കൊല്ലാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്നോ എന്നും പറഞ്ഞ് പ്രഭാവതി ശരത്തിൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. എന്നിട്ട് ശ്വാസം കിട്ടാതെ ശരത്ത് കിടന്ന് പെടയുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ പ്രഭാവതി ഒരു തള്ളു വെച്ച് കൊടുക്കുകയാണ് ശരത്തിനെ. അങ്ങനെ ശരത്ത് താഴേക്ക് വീഴുകയാണ്. പെട്ടെന്നാണ് അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ശരത്ത് ഞെട്ടി ഉണരുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ ശരത്തിന് അമ്മ വന്ന് കൊല്ലുന്നതായിട്ട് തോന്നുകയാണ്. പിന്നീട് നിരഞ്ജനും വിശാലും സിദ്ധുവിനെ പുറത്തിറക്കാൻ വേണ്ടി എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി സിദ്ധുവിൻ്റെ ഓഫീസിൻ്റെ അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് പാർക്കിങ്ങിൻ്റെ ഏരിയയിലൊക്കെ നോക്കുമ്പോൾ അവിടെയൊന്നും CCTV ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിരഞ്ജൻ വിശാലിനോട് പറയാണ്, സിദ്ധുവിനെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ല എന്നാണ് തോന്നുന്നത്. അവിടെ CCTV ഇല്ല, പിന്നെ എങ്ങനെയാണ് സിദ്ധുവല്ല വണ്ടി ഓടിച്ചു പോയത് എന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞപ്പോൾ വിശാല് പറയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ നിയമത്തിൻ്റെ സഹായം മാത്രമാണ് സിദ്ധുവിനെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി. നിരഞ്ജൻ പറയുന്നത്, അതിന് തെളിവല്ലേ പ്രാധാന്യം, കോടതിക്ക് മുന്നിൽ തെളിവുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യാനാണ്. അപ്പോൾ വിശാല് പറയണ, അങ്ങനെയാകുമ്പോൾ കോടതി സിദ്ധുവിനെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ നിരഞ്ജൻ പറയണ, അതല്ല, സിദ്ധു ഒരു വക്കീലല്ലേ, അതിൻ്റെ പരിഗണന കോടതി സിദ്ധുവിന് കൊടുക്കില്ലേ. അപ്പോൾ വിശാല് പറയണ, ഇല്ല, ഒരിക്കലും ഇല്ല. വക്കീലന്മാർ തെറ്റ് ചെയ്താൽ കോടതി പിന്നെ ഒരു ദാക്ഷിണ്യവും അവർക്ക് കൊടുക്കില്ല. അപ്പോൾ നിരഞ്ജൻ പറയണ, സിദ്ധുവിൻ്റെ വീട്ടിൽ പ്രായം ചെന്ന ഒരു അച്ഛനും അളിയനും മാത്രമാണുള്ളത്. ചേച്ചി എവിടെയാണെന്നുള്ളത് ആർക്കും ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ സിദ്ധു അകത്ത് പോയാൽ അത് വീട്ടുകാർക്ക് താങ്ങാൻ കഴിയില്ല. വിശാല് പറയണ, നമുക്ക് കഴിയുന്നത് പോലെ നമുക്ക് സിദ്ധുവിനെ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിശാലും നിരഞ്ജനും സംസാരിക്കുന്നത്. ഈ സമയം നിരഞ്ജൻ വരാത്തത് കാത്തു നിൽക്കുകയാണ് അക്ഷര. അപ്പോൾ ജയശങ്കർ വന്ന് ചോദിക്കുകയാണ്, അല്ല, ഇതുവരെയും നിരഞ്ജൻ എത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എവിടേക്കാണ് പോയത് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, നിനക്കറിയണം, നിന്റെ നിയന്ത്രണത്തിലായിരിക്കണം നിരഞ്ജൻ ഉണ്ടാവേണ്ടത്. നിരഞ്ജൻ എവിടേക്കാണ് പോയത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നീ ഒന്നോർത്തോ, നിരഞ്ജൻ ഇങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ട് അത് നിരഞ്ജന് തന്നെയാണ് ദോഷമുണ്ടാവുക നാളെ. അതുകൊണ്ട് അത് ഒഴിവാക്കണമെങ്കിൽ നീ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. അച്ഛൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് ഇപ്പോൾ നിനക്ക് മനസ്സിലാവില്ല, പക്ഷേ ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. നിരഞ്ജൻ നിൻ്റെ ഭർത്താവാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതമാണ് എനിക്ക് പ്രാധാന്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. അല്ലാതെ ഞാൻ പറയുന്നത് നീ ഒരു പുച്ഛഭാവത്തോടു കൂടി എടുത്താൽ നാളെ നിനക്ക് തന്നെയാണ് അത് ദോഷം വരിക. ഡാഡി എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എന്ത് ദോഷമാണ് ഞങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്? നീ ഒന്നോർത്തോ, നീ ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. സിദ്ധു ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഡാഡി, ഒരിക്കലും സിദ്ധു ഇങ്ങനെ ചെയ്യില്ല. അതേലോ, എന്നിട്ടും പോലീസ് സിദ്ധുവിനെ അറസ്റ്റ് ചെയ്തില്ലേ? അപ്പോൾ കൂട്ടുപ്രതിയായിട്ട് നിരഞ്ജനെയും പോലീസ് അറസ്റ്റ് ചെയ്താലോ? ഡാഡി എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അങ്ങനെ അങ്ങ് പോലീസിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ കഴിയുമോ? അതൊക്കെ പോലീസ് വിചാരിച്ചാൽ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സൂക്ഷിച്ചോ. ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണ് നാളെ അത് ദോഷമാവാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ജയശങ്കർ പോകുമ്പോൾ അക്ഷരയ്ക്കൊരു ചെറിയ പേടി വരികയാണ്. ഡാഡി എനിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്, അതുകൊണ്ട് ഡാഡി പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അക്ഷര നിൽക്കുന്നത്. രാവിലെ ആകുന്ന സമയത്ത് മുത്തശ്ശി പ്രഭാവതിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ മനോഹരനും പ്രിയയും പറയണേ, മുത്തശ്ശി ഇപ്പോൾ തനിച്ചു പോവണോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ എനിക്ക് തനിച്ചു പോയാൽ? അതല്ല മുത്തശ്ശി, ഇപ്പോൾ അവിടെ ചെന്നാലും പ്രഭാവതി അമ്മയെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ICUവിലല്ലേ. എന്നാലും എനിക്ക് പോവണം. എനിക്ക് പ്രഭാവതിയെ കണ്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ ശരത്ത് മോനെ ഒന്ന് കാണാലോ. അവൻ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ എന്നെ വെറുതെ തടയാനൊന്നും നിൽക്കണ്ട, ഞാൻ എന്തായാലും പോവും. അപ്പോൾ പ്രിയ മനോഹരനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. അച്ഛാ, ഈ സമയത്ത് മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്ക് വിടുന്നത് ശരിയാണോ? അവിടെ പോയി എന്തെങ്കിലും മണ്ടത്തരം പറയുമോ എന്ന് പറയാൻ കഴിയില്ല. മനോഹരൻ പറയണേ, എന്ത് മണ്ടത്തരം വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്നാലും എനിക്കിപ്പോൾ അമ്മയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാനൊന്നും കഴിയില്ല. അപ്പോൾ മുത്തശ്ശി ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്താടി നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കുസുകുസുക്കുന്നത്? എന്നോട് പറയൂ, എനിക്ക് കേൾക്കാൻ പറ്റുന്ന ഭാഗത്തിലാണ് പറഞ്ഞാൽ പോരെ. നിങ്ങളിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തടയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ പോകും. എൻ്റെ പ്രഭമോളോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി ആ ദുഷ്ടന്? അപ്പോൾ പ്രിയ പറയണേ, സിദ്ധുവേട്ടനൊന്നുമല്ല മുത്തശ്ശി ഇതൊക്കെ ചെയ്തത്, പിന്നെ ആരാണ് ആ
ആവോ നീയാണോ ചെയ്തത്? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാനൊന്നും നോക്കണ്ട. അപ്പോൾ മനോഹരൻ പറയണ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സിദ്ധു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെന്നുള്ളത്? ഇല്ല, എനിക്കതൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്തിനാണ് അമ്മ വെറുതെ സിദ്ധുവിനെ ഇങ്ങനെ പറയുന്നത്? അല്ല, അവൾക്ക് വേണ്ടി, ആ ദേവികയ്ക്ക് വേണ്ടിയായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അത് കേട്ടപ്പോൾ മനോഹരൻ അമ്മയെന്ന് ഒച്ച എടുത്ത് വിളിക്കുമ്പോൾ നീ ഒച്ച എടുക്കണ്ട, നീ കണ്ടോ, അധികം വൈകാതെ ഇനി ദേവികയും അകത്തു പോവും, അവളുടെ പൊയ്മുഖമൊക്കെ ഇപ്പൊ അടുത്ത് തന്നെ വീഴുന്നത് നീ കണ്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശി പോവുകയാണ് കേട്ടോ. അപ്പോൾ മനോഹരൻ പ്രിയോട് പറയാണ് ഒരിക്കലും സിദ്ധു അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം, പക്ഷേ തെളിവുകളൊന്നും തന്നെ ഇല്ലല്ലോ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ പ്രിയ പറയണേ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യവും പുറത്തു വരും, എത്ര മൂടി വച്ചാലും സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും, സമയത്ത് എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കാതിരിക്കില്ല. പിന്നീട് മനോഹരൻ ദേവികയുടെ അടുത്തേക്ക് ചെല്ലാണ്. മോളിങ്ങനെ വിഷമിക്കല്ലേ, ഒന്നും ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും, മോൾ എന്തെങ്കിലും പോയി കഴിക്ക്, പിന്നെ സിദ്ധു നിരപരാധിയാണെന്നുള്ളത് നമുക്കറിയാലോ, പിന്നെ എന്തിനാണ് ദൈവം എന്തെങ്കിലും ഒരു വഴി തെളിയിക്കാതിരിക്കില്ല, നീ ഒന്ന് സമാധാനപ്പെടുക എന്ന് പറയുമ്പോൾ അച്ഛാ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, അല്ലാതെ സിദ്ധു ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാലോ, നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലുമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ സിദ്ധു ഓടി നടന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നോക്കും, ഇതിപ്പോൾ സിദ്ധുവിനെ പുറത്തിറക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അച്ഛാ, ഇനിയിപ്പോൾ മുത്തശ്ശിയൊക്കെ പറയുന്നത് പോലെ നടം മുടിക്കുന്ന ഒരു ജാതകക്കാരിയാണോ അച്ഛാ ഞാൻ? ഇപ്പം തന്നെ ഈ വീട്ടിലെ അവസ്ഥ കണ്ടില്ലേ, സിദ്ധുവിൻ്റെ വീട്ടിലെ അവസ്ഥ കണ്ടില്ലേ? അപ്പോൾ മനോഹര ആശ്വസിപ്പിക്കുകയാണ്, മോളെ നീ വെറുതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അറിയില്ല മോളെ, ചിലപ്പോൾ ഈശ്വരന്മാർ നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കും പറഞ്ഞ് ദേവികയെ മനോഹരൻ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് നിരഞ്ജൻ്റെ അടുത്തേക്ക് ജയശങ്കർ ചെല്ലാണ്. എന്നിട്ട് പറയണ ഇന്നലെ രാത്രി വൈകിയാണ് വന്നത് എന്ന് എനിക്കറിയാം, പക്ഷേ എവിടെ പോയതാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിരഞ്ജ ഞാനൊന്ന് പറയാം, കൂട്ടുകാരനെ സഹായിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ എല്ലാത്തിനും ഒരു പരിധി വേണം. സാറ് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. സാർ എന്താപ്പോൾ പറഞ്ഞു വരുന്നത്? സിദ്ധുവിനെ ഞാൻ സഹായിക്കേണ്ട എന്നാണോ? അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു പരിധി വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ സാർ ഇപ്പം ഈ പറഞ്ഞതുപോലെ സിദ്ധു ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അകത്താണ്. എൻ്റെ ക്ലിനിക്കിൽ നിന്നും മയക്കുമരുന്ന് കിട്ടിയ സമയത്ത് സിദ്ധു അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ സാർ ഇപ്പം എന്നെ ഉപദേശിക്കാൻ വേണ്ടി സെൻട്രൽ ജയിലിലേക്ക് വരേണ്ടി വരുമായിരുന്നു. അതുപോലെ തങ്കച്ചിയുടെ കയ്യിൽ നിന്നും ഈ ഒരു വീടും സ്ഥലവും ലഭിക്കാൻ വേണ്ടി സിദ്ധുവാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോഴും സാറ് പറഞ്ഞത് കേസിനൊന്നും പോവണ്ട എന്നാണ്, പക്ഷേ സിദ്ധുവാണ് അത് നമുക്ക് തിരിച്ചു വാങ്ങിത്തന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് സിദ്ധു നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ആ ഒരു സഹായം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. നിരപരാധിയായ സിദ്ധുവിനെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞാണ് രഞ്ജൻ പോകുന്നത്. പിന്നീട് ചന്ദ്രയുടെ അടുത്തേക്ക് സിദ്ധുവിൻ്റെ അച്ഛനും രംഗനും വരികയാണ്. എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുകയാണ്, സിദ്ധു തെറ്റ് ചെയ്തു എന്നുള്ളത് മോള് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ പ്രസക്തിയുള്ളത്, പോലീസിൻ്റെ കയ്യിൽ സിദ്ധുവേട്ടൻ തെറ്റ് ചെയ്തു എന്നുള്ളതിനുള്ള തെളിവുകളുണ്ട്. അതിന് തെളിവുകളൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ, എങ്കിൽ അത് കോടതിയിൽ തെളിയിക്കണം. ഇനി നീ വേണം സിദ്ധുവിനെ സഹായിക്കാൻ. ഞാൻ ഒരിക്കലും സിദ്ധുവേട്ടനെ സഹായിക്കില്ല, സിദ്ധുവേട്ടന് വേണ്ടി കോടതിയിൽ ഹാജരാവില്ല. രണ്ടാമത് ഞാൻ ആ വിഷ്ണുവിനെ ഒന്ന് പുറത്തിറക്കി തരാൻ വേണ്ടി ഞാൻ സിദ്ധുവേട്ടനോട് പറഞ്ഞപ്പോൾ എന്നോട് എന്താണ് പറഞ്ഞത്? എന്നോട് ആവശ്യപ്പെട്ടത് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടണമെന്നാണ്. നിങ്ങളോടൊക്കെ അന്നേ പറഞ്ഞതാണ് ആ ദേവികയോടൊപ്പം നടക്കണ്ട എന്ന് പറഞ്ഞ് ഉപദേശിച്ചപ്പോൾ നിങ്ങൾക്ക് ആർക്കും അത് അനുസരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഇതിനൊക്കെ കാരണക്കാരി ആ ദേവിക തന്നെയാണ്, നിങ്ങളെല്ലാവരും അങ്ങ് അനുഭവിച്ചോ. അപ്പോൾ രംഗം പറയണേ, കുഞ്ഞളിയൻ തെറ്റ് ചെയ്തു എന്നുള്ളത് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല, ഇത് ആരോ എൻ്റെ കുഞ്ഞളിയനെ മനഃപൂർവ്വം ചതിച്ചതാണ്. അപ്പോൾ ചന്ദ്ര പതർച്ചയോട് കൂടി ചോദിക്കാൻ, ആര്? അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അപകടം നടക്കുന്ന സമയത്ത് കുഞ്ഞളിയൻ ഓഫീസിലാണ്, അത് സിദ്ധുവേട്ടൻ പറയുന്നതല്ലേ, സിദ്ധുവേട്ടൻ കള്ളം പറയുന്നതാണെങ്കിലോ സിദ്ധുവേട്ടൻ ഓടിക്കാതെ ഒരിക്കലും ആ കാറ് അവിടെ എത്തില്ലല്ലോ, ഇത് സിദ്ധുവേട്ടൻ തന്നെയാണ് ചെയ്തത്, അതും ദേവികയ്ക്ക് വേണ്ടി. ഒന്നാം പ്രതി സിദ്ധുവേട്ടനും രണ്ടാം പ്രതി അധികം വൈകാതെ ആ ദേവികയും അകത്തു പോകുന്നത് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞാണ് ചന്ദ്ര പോകുന്നത്. അപ്പോൾ രംഗൻ സിദ്ധുവിൻ്റെ അച്ഛനോട് പറയാണ്, അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, കുഞ്ഞളിയും പുറത്തിറങ്ങുക തന്നെ ചെയ്യും, അതിനുവേണ്ടി സഹായിക്കാം, ദേവിക അടക്കം എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, അച്ഛൻ വിഷമിക്കാതിരിക്കെ എന്ന് പറയണം.
പിന്നീട് പോലീസ് സീനിയർ ഓഫീസറെ വിളിച്ച് കാര്യം പറയുകയാണ്. സിദ്ധുവിൻ്റെ കാറിൻ്റെ ബോണറ്റിൽ നിന്നും ബ്ലഡ് സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. അത് പ്രഭാവതിയുടെ തന്നെയാണ്. പിന്നെ കാറിലെ ഫ്രണ്ട് ക്യാമറയിൽ എല്ലാം പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ തെളിവുകളും സിദ്ധുവിനെതിരെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അങ്ങനെ പോലീസ് നേരെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. നിങ്ങൾക്കെതിരെ തന്നെയാണ് എല്ലാ തെളിവുകളും ഉള്ളത്. നിങ്ങളുടെ കാറിൽ ഫ്രണ്ട് ക്യാമറ ഉള്ളതുകൊണ്ട് അതിൽ എല്ലാ വിഷ്വലുകളും പതിഞ്ഞിട്ടുണ്ട്. സിദ്ധു പറയണേ, ഞാൻ കാർ ഓടിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് വന്ന ശേഷം ഞാൻ പുറത്തു പോലും ഒന്ന് ഇറങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എൻ്റെ കാർ അവിടെ എത്തിയത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു തെറ്റ് ചെയ്താൽ എനിക്കത് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ പോലീസ് പറയണേ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കോടതിയിൽ തെളിയിക്കാനാണ് കഴിയൂ, അല്ലാതെ ഞങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കെതിരെയാണ് എല്ലാ തെളിവുകളും ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഇനി പറയാനില്ല. ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ എല്ലാ തെളിവുകളും നിങ്ങൾക്ക് എതിരെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞാണ് പോലീസ് പോകുന്നത്. അങ്ങനെ സിദ്ധുവിന് എന്ത് ചെയ്യണം, എൻ്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെ തെളിയിക്കും എന്നുള്ള ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. പിന്നീട് ദേവിക കോടതിയിലേക്ക് പോവാൻ ഒരുങ്ങാണ്. സിദ്ധുവിനെ ഇന്നല്ലേ ഹാജരാക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ പ്രിയ പറയണേ, എങ്കിൽ ചേച്ചി തനിച്ചു പോവണ്ട, ഞാൻ കൂടി വരാം. അതെന്താ, നിനക്ക് പേടിയാണോ? അതെ ചേച്ചി, എനിക്കിപ്പോൾ എല്ലാം പേടിയാണ്. ഒന്ന് സൂക്ഷിക്കണം ചേച്ചി. അപ്പോൾ ദേവിക പറയണേ, എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ പ്രഭാവതി അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അപകടം വരുത്തിയത് ശരത്താണെന്നുള്ളത് ഞാൻ വിശ്വസിക്കില്ല. കാരണം അവൻ്റെ സ്വന്തം അമ്മയോട് അവൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ പ്രിയ പറയണ, അതിന് പ്രഭാവതി അമ്മയോടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഞാനും പറയുന്നില്ല. ചിലപ്പോൾ ചേച്ചിയെ ഉന്നം വെച്ചാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളതെങ്കിലോ, ഇതിപ്പോൾ യാദൃശികമായി സംഭവിച്ചതാണെങ്കിലോ. അതുകൊണ്ട് ചേച്ചി, നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. എനിക്കെന്തോ അങ്ങനെയാണ് തോന്നുന്നത്. അത് കേട്ടപ്പോൾ ദേവിക്ക് പറയാണ്, അത് ശരിയാണ്. എന്നെ ലക്ഷ്യം വെച്ച് വന്ന് പ്രഭാവതി അമ്മക്ക് അപകടം പറ്റിയതാണോ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് ഇനി കോടതിയിലേക്ക് പോവാൻ ഒരുങ്ങണം.